Hi my dear children, welcome to the accountancy class. Chapter 5 Dissolution of Partnership Fame. പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ അടച്ചുപൂട്ടൽ അല്ലെങ്കിൽ പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പിരിച്ചുവിടൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് വെയ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 8 ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, മീനിങ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫെയിം. പാർട്ട്ണർഷിപ്പ് ഫെയിമിൻ്റെ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അർത്ഥം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫെയിം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ്. വേരിയസ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടത്താനുള്ള വിവിധ രീതികൾ. The rules relating to the settlement of claims among all partners. ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിവിധ റൂളുകൾ. പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്, എങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫെയിമിൻ്റെ മീനിങ്ങും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിൻ്റെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ മരണം എന്നീ സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന അക്കൗണ്ടുകൾ നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി നമുക്കൊരു പങ്കാളിത്ത സ്ഥാപനം എങ്ങനെ പിരിച്ചുവിടും എന്നതിനെക്കുറിച്ച് നോക്കാം. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായി പഠിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാ പാർട്ട്നേഴ്സും കൂടി സ്ഥാപനം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും തുടരാൻ കഴിയില്ല. പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിൻ്റെ എല്ലാ ബാധ്യതകളും തീർക്കാനായി ആസ്തികൾ വിൽക്കുകയും ബാധ്യതകൾ കൊടുത്തു തീർക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് നോക്കാം. യു ഹാവ് ലേൺഡ് അബൌട്ട് ദ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം വിച്ച് ടേക്സ് പ്ലേസ് ഓൺ അക്കൗണ്ട് ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറുടെ അഡ്മിഷനോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റോ ഡെത്തോ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പുനഃസംഘാടനയ്ക്ക് കാരണമാകുന്നുവെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. In such a situation, while the existing partnership is dissolved, the firm may continue under the same name if the partners so decide. ഇത്തരം സാഹചര്യങ്ങളിൽ നിലവിലുള്ള പങ്കാളിത്തം അവസാനിക്കുമെങ്കിലും പാർട്ട്നേഴ്സിന് തീരുമാനിച്ചാൽ സ്ഥാപനത്തിന് അതേ പേരിൽ തന്നെ ബിസിനസ് തുടരാനും കഴിയും. In other words, it results in the dissolution of a partnership but not that of the firm. അതായത് ഇവിടെ പങ്കാളിത്തം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് മാത്രമേ അവസാനിക്കുന്നുള്ളൂ, എന്നാൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നില്ല. According to Section 39 of the Partnership Act 1932, the dissolution of partnership between all the partners of a firm is called dissolution of the firm. ഡിസൊല്യൂഷൻ്റെ മീനിങ് ആയിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ അടയാളപ്പെടുത്തി നോട്ടിലോട്ട് എഴുതേണ്ടതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് സെക്ഷൻ 39 അനുസരിച്ച് ഒരു സ്ഥാപനത്തിലെ എല്ലാ പാർട്ട്നേഴ്സും ചേർന്ന് പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതിനെ സ്ഥാപനത്തിൻ്റെ അടച്ചുപൂട്ടൽ എന്ന് വിളിക്കാം. അതായത് ഒരു സ്ഥാപനത്തിലെ എല്ലാ പങ്കാളികളും ചേർന്ന് പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ആക്ട് റെക്കഗ്നൈസസ് ദ ഡിഫറൻസ് ഇൻ ദ ബ്രേക്കിംഗ് അപ്പ് ഓഫ് relationship between all partners of a firm and between some of the partners, and is the breaking or discontinuance of relationship between all partners which is termed as dissolution of a partnership firm.
അതായത് പ്രസ്തുത നിയമമനുസരിച്ച് സ്ഥാപനത്തിലെ എല്ലാ പങ്കാളികളും തമ്മിൽ പിരിയുന്നതും ചില പങ്കാളികൾ മാത്രം പിരിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു സ്ഥാപനത്തിലെ എല്ലാ പങ്കാളികളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യുന്നതാണ് പങ്കാളിത്ത ബിസിനസിന്റെ അടച്ചുപൂട്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി this brings an end to the existence of fame and no business is transacted after dissolution. ഇതോടെ ഇവിടെ മാർക്ക് ചെയ്യണം. ഇപ്പം ഇങ്ങനെ ഡിസൊല്യൂഷൻ വഴി എന്ത് സംഭവിക്കുന്നു? ആ ബിസിനസ് അവിടെ അവസാനിക്കുകയാണ്. ദിസ് ബ്രിങ്സ് ആൻ എൻഡ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഫെയിം. ആ ഫെയിം അവിടെ അവസാനിക്കുകയാണ്. ആൻഡ് നോ ബിസിനസ് ഇസ് ട്രാൻസാക്റ്റഡ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷന് ശേഷം ഒരു ബിസിനസ് ട്രാൻസാക്ഷനും നടത്തപ്പെടുന്നില്ല. മീനിങ്ങിൻ്റെ കൂടെ ഇത്രയും ഒരു സെൻറ്റൻസും കൂടെ അതിൻ്റെ അകത്തേക്ക് എഴുതണം. എക്സെപ്റ്റ് ദ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ക്ലോസിംഗ് ഓഫ് ദ ഫെയിം as the affairs of the firm are to be wound up by selling firm's assets and paying its liabilities and discharging the claims of the partners. അതായത് ഇതിലൂടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് തന്നെ അവസാനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സ്ഥാപനത്തിന്റെ സ്വത്തുവകകൾ വിൽപ്പന നടത്തുകയും ബാധ്യതകൾ കൊടുത്തു തീർക്കുകയും ചെയ്ത് അക്കൗണ്ടുകൾ അവസാനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴികെ മറ്റ് ഇടപാടുകളൊന്നും തന്നെ അടച്ചുപൂട്ടലിന് ശേഷം നടക്കുന്നതല്ല. അപ്പം ഇതിലെ മീനിങ് ഇത്രയും ഭാഗം നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. ഇനി നമുക്ക് എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് നോക്കാം. എന്ന് വെച്ചാൽ എന്താണ്? പങ്കാളിത്തം അവസാനിപ്പിക്കൽ. As stated earlier, dissolution of partnership changes the existing relationship between partners, but the firm may continue its business as before. അതായത് മുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ പങ്കാളിത്തം അവസാനിപ്പിക്കുമ്പോൾ പങ്കാളികൾ തമ്മിൽ നിലവിലുള്ള ബന്ധങ്ങൾക്ക് മാറ്റം വരുമെങ്കിലും സ്ഥാപനം മാറ്റമില്ലാതെ തുടരും അല്ലേ. അവിടെ പങ്കാളികൾ തമ്മിലുള്ള എക്സിസ്റ്റിംഗ് റിലേഷൻ ആണ് എന്ത് ചെയ്യുള്ളൂ? ചേഞ്ച് ചെയ്യുകയുള്ളൂ. പക്ഷേ ഫെയിം എന്ത് ചെയ്യും? തുടരും. മനസ്സിലായില്ലേ? ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് മേ ടേക്ക് പ്ലേസ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വേസ്. പങ്കാളിത്തം അവസാനിപ്പിക്കുന്നത് താഴെ പറയുന്ന സാഹചര്യങ്ങളിലാണ്. ഈ സാഹചര്യങ്ങളിലാണ് ഒരു പാർട്ണർഷിപ്പ് ഡിസോൾവ് ആകുന്നത്. Clear? First, change in existing profit sharing ratio among partners. പാർട്ട്നേഴ്സിന്റെ നിലവിലുള്ള ലാഭം പങ്കിടൽ അനുപാതത്തിൽ മാറ്റം വരുമ്പോൾ, നിലവിൽ ലാഭം പങ്കിട്ടിരുന്ന റേഷ്യോ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്? റിലേഷൻ അവിടെ ചേഞ്ച് ചെയ്യുകയാണ് അല്ലേ. പക്ഷെ ബിസിനസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് നടക്കുന്നത്. സെക്കൻഡ്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അന്നേരവും എന്ത് സംഭവിക്കുന്നു? റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യുന്നു. അഡ്മിറ്റ് ചെയ്തു, അവർ പുതിയ പാർട്ട്ണറെയും കൂടെ ചേർത്ത് അവിടെ ബിസിനസ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. തേർഡ് കേസ്, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ആകുമ്പോഴും, റിട്ടയർ ആകുന്ന ആൾ പോയി കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? അത് കണ്ടിന്യൂ ചെയ്യാം അല്ലേ, പുതിയൊരു എഗ്രിമെന്റ് ബേസ് ചെയ്ത്. ഫോർത്ത്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരണപ്പെടുമ്പോൾ. ഫിഫ്ത്ത്, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പാപ്പരാകുക അല്ലേ. ഇൻസോൾവൻസി, ഒരു പാർട്ട്ണർ പാപ്പരാകുമ്പോഴും അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കുന്നു. 6, കംപ്ലീഷൻ ഓഫ് ദി വെഞ്ചർ ഇഫ് പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഫോർ ദാറ്റ്. അതായത് ഒരു പ്രത്യേക പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനാണ് പങ്കാളിത്തം രൂപീകരിച്ചതെങ്കിൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വെഞ്ചർ സംരംഭത്തിന് വേണ്ടിയിട്ടാണ് പാർട്ണർഷിപ്പ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ വെഞ്ചർ അല്ലെങ്കിൽ ആ സംരംഭം തീർന്നു കഴിയുമ്പോഴും ആ പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യുന്നു? എൻഡ് ചെയ്യും. പാർട്ണർഷിപ്പ് എൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ടാണ് പാർട്ണർഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ
ആ പാർട്ട്ണർഷിപ്പ് അവിടെ എൻഡ് ചെയ്യും. വീണ്ടും അവർക്ക് അടുത്ത കരാർ വരുമ്പോൾ ഇപ്പോൾ പിന്നെ ഒരു പാലം പണിയുടെ ആണ് അവർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അടുത്ത വർക്ക് പുതിയൊരു റിലേഷൻഷിപ്പിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെഞ്ചറിന് വേണ്ടിയിട്ടാണ്, സംരംഭത്തിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ if partnership is formed for that, ആ പർട്ടിക്കുലർ വെഞ്ചറിന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പാർട്ട്ണർഷിപ്പ് അവിടെ എൻഡ് ആവുന്നു. എക്സ്പയറി ഓഫ് ദ പീരിയഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇഫ് പാർട്ട്ണർഷിപ്പ് ഈസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. അതായത് പാർട്ട്ണർഷിപ്പ് ഒരു നിശ്ചിത കാലയളവിലേക്കാണ് രൂപീകരിച്ചതെങ്കിൽ അതിൻ്റെ കാലാവധി പൂർത്തിയായി കഴിയുമ്പോൾ, അതായത് സേ ഫോർ ഒരു 5 ഇയറിലേക്കാണ് പീരീഡ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ ആ പാർട്ട്ണർഷിപ്പ് അവിടെ എൻഡ് ചെയ്യും. വീണ്ടും വേണമെങ്കിൽ പുതിയൊരു എഗ്രിമെൻറ്റ് ബേസ് ചെയ്ത് വീണ്ടും ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡാണ് അവർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ പാർട്ട്ണർഷിപ്പ് എൻഡ് ചെയ്യും. അതുപോലെ മുകളിൽ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ വെഞ്ചറിന് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സംരംഭം അവിടെ പൂർത്തീകരിക്കുമ്പോഴും പാർട്ട്ണർഷിപ്പ് എൻഡ് ചെയ്യുന്നു. അപ്പം പിന്നീട് അവർക്ക് അടുത്ത വേറൊരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് വെച്ചിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പം ഇത്രയും സാഹചര്യങ്ങളിലാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കുന്നത്. പാർട്ട്ണർഷിപ്പേ ഡിസൊല്യൂഷൻ ആകുന്നുള്ളൂ, ഫെയിം ഇവിടെ ഒന്നും ഡിസോൾവ് ആകുന്നില്ല. ഇനി ഡിസൊല്യൂഷൻ ഓഫ് എ ഫെയിമിൻ്റെ മോഡ് ഓഫ് ഡിസൊല്യൂഷൻ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറൻസും കൂടി ഒന്ന് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫെയിം. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫെയിം അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. അപ്പോൾ ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഏത് തന്നെയാണ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫെയിം തന്നെയല്ലേ. അതായത് ഫെയിമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്തിലൊക്കെ അല്ലേ. അത് കഴിഞ്ഞ് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാം, പുതിയൊരു റേഷ്യോയിൽ തുടരാമെന്ന് പഠിച്ചല്ലേ. അത് തന്നെയാണ് കേട്ടോ. ഒരു തവണ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതത് തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. 2 മാർക്കിന് 3 മാർക്കിന് വേണമെങ്കിൽ 5 മാർക്കിൻ്റെ വരെയായിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഡിഫറൻസ് ഭംഗിയായി പഠിക്കണം. ഫസ്റ്റ് ബേസിസ് ടെർമിനേഷൻ ഓഫ് ബിസിനസ്, അതായത് ബിസിനസ് അവസാനിപ്പിക്കൽ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ബിസിനസ് അവസാനിപ്പിക്കുന്നുണ്ടോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ? ഇല്ല. അപ്പം അവിടെ ബിസിനസ് അവസാനിക്കുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം എന്ന് പറഞ്ഞാൽ ദ ബിസിനസ് ഓഫ് ദ ഫെയിം ഈസ് ക്ലോസ്ഡ്. ആ ഫെയിമിൻ്റെ ബിസിനസ് എന്ത് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്, ക്ലോസ് ചെയ്യുകയാണ് അല്ലേ, ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ. സെക്കൻഡ്, സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആസ്തികളുടെയും ബാധ്യതകളുടെയും തീർപ്പാക്കൽ അല്ലേ. അസറ്റും ലയബിലിറ്റീസും എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് ഡ്രോൺ അല്ലേ. അവിടെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ആസ്തികളും ബാധ്യതകളും പുനർമൂല്യനിർണ്ണയം നടത്തി പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ അതല്ല പഠിച്ചത്. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പുതിയ ഫെയിമിൻ്റെ പുതിയ ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കി അല്ലേ. അപ്പം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്, സെറ്റിൽമെന്റ് നടത്തുന്നത്. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ അസറ്റ്സ് ആർ സോൾഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൽ എന്താ ചെയ്യുന്നത്, ആസ്തികൾ വിൽക്കുകയും ബാധ്യതകൾ കൊടുത്തു തീർക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഫെയിം അടച്ചു പൂട്ടുകയാണ്. അപ്പം എന്ത് ചെയ്യുന്നു, ഉള്ള ആസ്തികളൊക്കെ വിൽക്കുന്നു, ലയബിലിറ്റീസ് എല്ലാം പെയ്ഡ് ഓഫ് കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. തേർഡ്, കോർട്ട് ഇന്റർവെൻഷൻ, കോടതിയുടെ ഇടപെടൽ. കോർട്ട് ഡസ് നോട്ട് ഇന്റർവെയിൻ ബിക്കോസ് പാർട്ണർഷിപ്പ് ഈസ് ഡിസോൾവ്ഡ് ബൈ മ്യൂച്വൽ എഗ്രിമെന്റ്. പാർട്ണർഷിപ്പിൽ പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷനകത്ത് കോടതി ഇടപെടുന്നുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ പങ്കാളികൾ തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെന്റ്, പരസ്പര ധാരണ അനുസരിച്ചാണ് പങ്കാളിത്തം പിരിയുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കോടതി ഇടപെടുന്നില്ല. കോർട്ട് ഡസ് നോട്ട് ഇന്റർവീൻ. ഇവിടെ ഡിസൊല്യൂഷൻ എങ്ങനെയാണ്, ബൈ മ്യൂച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് അല്ലെ. പാർട്ട്നേഴ്സ് തമ്മിലുള്ള പരസ്പര സമ്മതപ്രകാരമാണ്. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം
എ ഫേം ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ദി കോർട്ട് ഓർഡർ. ഒരു ഫേമിന് എന്ത് ചെയ്യാം? കോടതിയുടെ ഉത്തരവനുസരിച്ച് അടച്ചു പൂട്ടാവുന്നതാണ് അല്ലേ? കോടതിയുടെ ഉത്തരവനുസരിച്ച് ഒരു സ്ഥാപനം എന്ത് ചെയ്യാം? അടച്ച് പൂട്ടാവുന്നതാണ്. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഫേം ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ദി കോർട്ട് ഓർഡർ. കോർട്ടിൻ്റെ ഓർഡർ പ്രകാരം ഒരു ഫേം എന്ത് ചെയ്യാം? അടച്ചു പൂട്ടാവുന്നതാണ്. ഫോർ ഇക്കണോമിക് റിലേഷൻഷിപ്പ്, സാമ്പത്തിക ബന്ധം. ഇക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് continues through in a changed form. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ പങ്കാളികൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മാറ്റം വരുത്തിയ രൂപത്തിൽ തുടരുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇക്കണോമിക് റിലേഷൻഷിപ്പ് പാർട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ? ഒരു ചേഞ്ചഡ് ഫോമിൽ അവിടെ അവരുടെ റേഷ്യോ ഒക്കെ ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൂ അല്ലേ? ആ ഒരു രീതിയിലാണ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷനകത്ത്. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ഇക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് കംസ് ടു ആൻ എൻഡ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അവസാനിക്കുകയാണ്. ഏതിൽ? ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ. കാരണം അവിടെ ഫേം ഇല്ല, ഫേം അടച്ചു പൂട്ടുകയാണ്. അപ്പോൾ അവിടെ ഇക്കണോമിക് റിലേഷനും അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? അവസാനിക്കുന്നു. ഫിഫ്ത്ത്, ക്ലോഷർ ഓഫ് ബുക്സ്. ബുക്കുകൾ അവസാനിപ്പിക്കൽ. Does not require because the business is not terminated. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം എന്താ? ബിസിനസ് അവസാനിപ്പിക്കുന്നില്ലല്ലോ അവിടെ. അപ്പം ബിസിനസ് അവസാനിപ്പിക്കാത്തതിനാൽ ബുക്കുകൾ അവസാനിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഏതിൽ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആർ ക്ലോസ്ഡ്. ബിസിനസ് അവസാനിപ്പിക്കുന്നതിനാൽ ബുക്കുകൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം അല്ലേ? അപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഇത് ഭംഗിയായി പഠിക്കണം. ഇതും നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.